പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് നന്ദഗോപൻ. സാധാരണ നേഷൻ ഫസ്റ്റ് അവതരിപ്പിക്കുന്നത് ഡൽഹി അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനം എന്ന് അടയാളപ്പെടുത്തുന്ന ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഇന്ത്യ ഗേറ്റിൽ നിന്ന്, പാർലമെൻറ്റിൻ്റെ സമീപത്ത് നിന്നൊക്കെയാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഈ നേഷൻ ഫസ്റ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ നേഷൻ ഫസ്റ്റ് അവതരിപ്പിക്കുന്നത് ജന്തർ മന്ദിറിൽ നിന്നുമാണ്. നമുക്കറിയാം, രാജ്യ തലസ്ഥാനത്ത് പാറ്റാക്കൂട്ടം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ജന്തർ മന്ദിറിൽ. എനിക്ക് പിന്നിൽ ധാരാളം പോലീസ് വാഹനങ്ങൾ കാണാം, പോലീസിൻ്റെ ജലപീരങ്കി വാഹനം കാണാം, അതേപോലെ തന്നെ RAFൻ്റെ വാഹനങ്ങൾ കാണാം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സേനാ വിന്യാസം ഈ ജന്തർ മന്ദിറിൽ നടത്തിയിരിക്കുകയാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദിറിലേക്ക് കടന്നു വരുന്നു. ആളുകൾ കൂടുമ്പോൾ, ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ പോലീസിന് നേരെയും മറ്റ് സേനാ വിഭാഗങ്ങൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്നു. യഥാർത്ഥത്തിൽ പാറ്റാക്കൂട്ടമല്ല, അക്രമിക്കൂട്ടമാണ് ഡൽഹിയിൽ ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ വൈകുന്നേരവും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ വൈകുന്നേരവും ഈ ജന്തർ മന്ദിറിൽ പോലീസിന് നേരെ കല്ലേറുകളുണ്ടായി, RAFന് നേരെ വടിയും അതേപോലെ തന്നെ മറ്റ് ഇഷ്ടിക കഷ്ണങ്ങളുമൊക്കെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് നിവൃത്തിയില്ലാതെ പോലീസ് അവർക്ക് നേരെ ലാത്തി പ്രയോഗിച്ചു. ലാത്തി പ്രയോഗത്തിലും ഒടുങ്ങാത്ത അല്ലെങ്കിൽ ലാത്തി പ്രയോഗത്തിലും പിൻവാങ്ങാതെ ഈ അക്രമിക്കൂട്ടം വീണ്ടും പോലീസിന് നേർക്ക് പാഞ്ഞെടുത്തപ്പോഴാണ് മറ്റ് നിവൃത്തിയില്ലാതെ അവർ കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ഒടുവിൽ കണ്ണീർ വാതക പ്രയോഗത്തിലൂടെയാണ് ഈ പാറ്റാക്കൂട്ടം അല്പമൊന്ന് അടങ്ങാൻ തയ്യാറായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുണ്ട്, ഈ പാറ്റാക്കൂട്ടത്തിനിടയിലേക്ക് രാജ്യവിരുദ്ധ ശക്തികൾ കടന്നു കയറിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം വിദ്യാർത്ഥികളുടെ ക്ഷേമമോ മറ്റോ ഒന്നുമല്ല, മറിച്ച് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരു കലാപമുണ്ടാക്കുക ഡൽഹിയിൽ, അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിക്കുക, അതിലൂടെ ഭാരതത്തെ ഇകഴ്ത്തുക, പിറന്ന മണ്ണിനെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, സമാധാനം അല്ലെങ്കിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ എന്ന പേരിലാണ് വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സമരമല്ല ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഈ സമരത്തെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുലും, പ്രതിപക്ഷ നേതാവ് രാഹുലും പ്രിയങ്കയും അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുമുള്ള MPമാരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനടക്കം ഇവിടേക്ക് ഈ ജന്തർ മന്ദിറിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ അതൊരു വെൽ പ്ലാൻഡ് ഗെയിം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഈ പാറ്റാക്കൂട്ടത്തിന് അറിയിച്ചതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഇത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള സമരമല്ല, മറിച്ച് ഇത് കേവലം രാഷ്ട്രീയ സമരം മാത്രമാണ്. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ ഈ സമരത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മാത്രമല്ല, ഇന്നിപ്പോൾ പാറ്റാക്കൂട്ടം വീണ്ടും സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ജന്തർ മന്ദിറിലേക്ക് കൂടുതൽ ആൾക്കാർ എത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു ആഹ്വാനം? പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. CBI ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നീറ്റ് പരീക്ഷ ഇതിനോടകം തന്നെ വീണ്ടും പുനഃപരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് CJP എന്നുള്ള പാറ്റാക്കൂട്ടം ഇവിടെ ഈ ജന്തർ മന്ദിറിലടക്കം ഡൽഹിയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം അവിടെ ഉയരുന്നു. ആ ചോദ്യങ്ങൾക്ക് ചില കോണുകളിൽ നിന്നും മറുപടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇതിനോടകം തന്നെ ഈ പാറ്റാക്കൂട്ടത്തിൽ ചില ഭിന്നതകൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഈ പാറ്റാക്കൂട്ടം, അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപക്, ഇയാൾക്കൊപ്പം തോളോട് തോൾ ചെന്ന് പ്രവർത്തിച്ചയാളാണ് വിജേത ദാഹിയ. ഈ വിജേത ദാഹിയ ഇപ്പോൾ ഈ അഭിജിത്ത് ദീപകയുമായിട്ട് അത്ര രസത്തിലല്ല. ഇയാൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്, ഈ വിജേത ദാഹിയ. ആ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ്. അതായത് വിദ്യാർത്ഥി ക്ഷേമമല്ല പാറ്റാക്കൂട്ടം ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ CJPയുടെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നുള്ളതാണ്. അത് പണമാണ് ഒന്നാമത്തെ ലക്ഷ്യം. പണം പല സോഴ്സുകളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സിഖ് ഫോർ ജസ്റ്റിസ് നിരോധിത ഭീകര സംഘടനയാണ്. ഈ നിരോധിത ഭീകര സംഘടനയൊക്കെ ഈ പാറ്റാക്കൂട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്ര കോടി ഡോളർ വേണമെങ്കിലും ഇവിടേക്ക് ഒഴുക്കിത്തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ നിരോധിത ഭീകര സംഘടനയുടെ നേതാവായിട്ടുള്ള പന്നു. മാത്രമല്ല,
സർക്കാരിന് മുന്നിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും പോകരുത് എന്നുള്ളതാണ് ഈ സിഖ് ഫോർ ജസ്റ്റിസ് അടക്കം CJPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത്തരം ആവശ്യങ്ങൾ മുൻനിർത്തി ആയിരിക്കണം ഒരുപക്ഷേ സർക്കാർ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും പാറ്റാക്കൂട്ടം ആ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പണം ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിജയദാഹിയ വ്യക്തമാക്കുന്നത്. പണം മാത്രമല്ല, ഇവർക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിന്ദുത്വ വിരോധം അത് കൃത്യസമയത്ത് പുറത്തു വരുന്നു. അത് കൃത്യസമയത്ത് പ്രകടിപ്പിക്കാൻ പലപ്പോഴും അത് പ്രകടിപ്പിക്കേണ്ട എന്നിവർ ധരിക്കുമ്പോഴും അറിയാതെ തന്നെ ഇവരുടെ ഉള്ളിൽ നിന്നും ഈ ഹിന്ദു വിരുദ്ധത പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ജന്തർ മന്ദിറിൽ ധാരാളം വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ പല മേഖലകളിൽ നിന്നും എത്തുന്നുണ്ട്. അറിയാതെ ഇവരുടെ ഉള്ളിൽ നിന്നും പലപ്പോഴും ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഹിന്ദു ദേവീ ദേവന്മാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇവർ പുറത്തേക്ക് തള്ളുന്നു. മാത്രമല്ല ഹിന്ദുത്വ വിരുദ്ധത കൃത്യമായി പലയിടങ്ങളിലും പല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭ വേദികളിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരം ഹിഡൻ അജണ്ടകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ജന്തർ മന്ദിറിൽ ഇവർ ഇത്തരത്തിലൊരു പാറ്റാക്കൂട്ടം സമരം നടത്തുന്നത്, അക്രമം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ വിജയദാഹിയുടെ ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് കിടക്കാം. तो मतलब एक ऐसे टाइम पे जब मैं इतना एक्टिवली उस प्रोपेगेंडा को डिबंक कर रहा था, जो कि पिछले 30 दिन से कर ही रहा हूँ, और ऐसे में एक अचानक से कॉल आता है और आपको पता चलता है कि जो आपके टीममेट्स हैं उन्होंने आपको बलि का बकरा बना दिया। तो थोड़ा बुरा तो लगा, जो कि क्लियर भी है कि जो वे लोग थे वो कोई प्रोटेस्टर नहीं थे, वे मनुवादी थे, जिन्हें इस बात से दिक्कत थी कि मैंने ये क्यों कहा कि प्रेमानंद मेरे लिए महाराज नहीं है। और वो मैं फिर से कहता हूँ कि अगर आप आसाराम को राम और कृष्ण से कंपेयर करोगे तो नहीं है मेरे लिए महाराज। तो ये अकाउंटेबिलिटी नहीं है, ये मनुवादियों के आगे घुटने टेकने वाली बात है, इसलिए बुरा लगा। लेकिन उन्हें लगता है कि आंदोलन को इससे मतलब फायदा होगा, तो ये सही। വിജയദാഹിയുടെ വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ട് കാണും. ആ വാക്കുകളിൽ വളരെ വ്യക്തമാണ്, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് പണം, ലക്ഷ്യം പലതാണ്, അതിൽ ഏറ്റവും പ്രധാനം പണമാണ്. ആ പണം ഇവിടെ ധാരാളമായി ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല രീതിയിൽ ആ പണം എത്തുന്നു. പിന്നൊന്ന് ഹിന്ദു വിരുദ്ധത. ഇങ്ങനെ ഈ രണ്ട് അജണ്ടകളാണ് ഈ CJPക്ക് ഈ പാറ്റാക്കൂട്ടത്തിനുള്ളത്. ഏതായാലും ആ അജണ്ടയ്ക്ക് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികൾ. ആം ആദ്മി പാർട്ടിക്ക് ഇതിൽ കൃത്യമായ റോളുണ്ട്. നമുക്കറിയാം CJP ആദ്യഘട്ടത്തിൽ ഈ CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപക് ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്നായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ മത്സരിച്ചപ്പോഴൊക്കെ അതിൽ സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തിന് വേണ്ടി പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അഭിജിത് ദീപകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇയാൾ പെട്ടെന്നൊരു CJP എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് തുടങ്ങി മറ്റൊരു തരത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് അതിന് പിന്നിൽ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അതായത് ആം ആദ്മി പാർട്ടിയെയും CJPയെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഡൽഹിയിൽ അതിൻ്റെ തകർച്ച ഏതാണ്ട് പൂർണ്ണമായെന്ന് പറയാം. പഞ്ചാബ് ഭരിക്കുമ്പോൾ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നു. അവിടെയും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിക്ക് മറ്റ് നിവർത്തിയില്ല. ഒരുപക്ഷേ CJPയുടെ ലേബലിൽ വീണ്ടും ആം ആദ്മി 2.0 എന്ന നിലയിൽ പടർന്ന് പന്തലിക്കാം എന്നുള്ള വ്യാമോഹമായിരിക്കും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്കുള്ളത്. ആ വ്യാമോഹത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ കോക്രോച്ച് പാർട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഓരോന്നായി കടന്നു വരുന്നത്. ആം ആദ്മി പാർട്ടി മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കോൺഗ്രസും CPMും CPIയും അങ്ങനെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ BJP സർക്കാരിനെ എതിർക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഈ CJP എന്ന രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് പിന്നിൽ അണിനിരക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചു, പല രീതിയിലും പണം ഒഴുകിയെത്തുകയാണ്. അമേരിക്കൻ ചാര സംഘടന ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. മറ്റ് രാഷ്ട്രങ്ങൾ എങ്ങനെ ഭാരതത്തെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങൾക്ക് വീണ് കിട്ടിയ അവസരമാണിത്.
ആ അവസരം അവർ കൃത്യമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ സമരക്കാർക്ക് എവിടെ നിന്നൊക്കെയോ ഈ സൊമാറ്റോയും സ്വിഗ്ഗിയും വഴിയൊക്കെ ആഹാരം പല രീതിയിലും എത്തുന്നു. എവിടെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അന്വേഷണ ഏജൻസികൾ കൃത്യമായി CJPക്ക് പിന്നിലുണ്ട്. CJPയുടെ ഉദ്ദേശലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് അവർ ചികഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൃത്യമായി ഇതിനൊരു ഉത്തരം ലഭ്യമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും CJPയുടെ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി ഇത്തരം അരാജകത്വം രാജ്യതലസ്ഥാനത്ത് നടത്തുവാൻ വേണ്ടി CJP ഒരർത്ഥത്തിൽ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ജനങ്ങൾ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർലമെൻറ്റാണ്. 20-ാം തീയതി മുതൽ അടുത്ത മാസം 13-ാം തീയതി വരെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ചേരാനുണ്ട്. ഈ വർഷകാല സമ്മേളനം 20-ാം തീയതി തുടങ്ങിയ അന്നു മുതൽ തന്നെ സ്ഥിരമായി സ്തംഭിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, വളരെ സുപ്രധാനമായ 7 ബില്ലുകൾ അവതരിപ്പിക്കുവാനുണ്ട്. ഈ 7 ബില്ലുകളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ടതാണ്. പ്രത്യേകിച്ച് ആദായ നികുതിയിൽ ഇളവടക്കം വരേണ്ട അല്ലെങ്കിൽ ഇളവ് നൽകുവാനുള്ള ഭേദഗതി അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. FCRA ബില്ലുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബില്ലുകൾ, 7 ബില്ലുകൾ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന 33 ജഡ്ജിമാരുണ്ട്, അത് 37ലേക്ക് ആക്കുമെന്ന ബില്ല്, അതും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നു. ഇന്ന് പാർലമെൻറ്റിൻ്റെ പരിഗണനയിൽ വരുന്നു. പാർലമെൻറ്റിൽ വളരെ സമഗ്രമായ ചർച്ചകൾക്ക് നൽകേണ്ട സമയമാണ് പ്രതിഷേധങ്ങൾ എന്ന പേരിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പാർലമെൻറ്റ് ചേരാൻ ലക്ഷങ്ങൾ വേണം. സാധാരണക്കാരൻ്റെ നികുതി പണമാണ്. ആ നികുതി പണമാണ് ഇവിടെ പ്രതിപക്ഷം കളഞ്ഞു കുടിക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഇവിടെ BJPയുടെ നിലപാട് വളരെ സുതാര്യമാണ്. അതായത് പ്രതിപക്ഷം ആദ്യം ഉന്നയിച്ച ആവശ്യം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള ചോർച്ചയിൽ ചർച്ച വേണം, പാർലമെൻറ്റിനകത്ത് ചർച്ച വേണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് പലവട്ടം ആദ്യ ദിനം മുതൽ തന്നെ സർക്കാർ വ്യക്തമാക്കുന്നു. ചർച്ചയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. എന്നാൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് ഇപ്പം നേരെ ഗോൾ പോസ്റ്റ് മാറ്റിയിരിക്കുകയാണ്. ചർച്ചകൾക്ക് പല നിബന്ധനകൾ വെക്കുന്നു. ചർച്ച വേണ്ട എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ്. എപ്പോഴൊക്കെ ഏതൊക്കെ വിഷയങ്ങളിൽ കോൺഗ്രസ് ഇത്തരം ചർച്ചകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം പരിശോധിച്ചാൽ അറിയാം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസിന് പാർലമെൻറ്റിനുള്ളിൽ കനത്ത പ്രഹരമാണ് BJP നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ നീറ്റ് ചോദ്യപേപ്പർ വിവാദത്തിൽ ചർച്ച വേണ്ട എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. കാര്യം അതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ, കഴിഞ്ഞ ഏതാനും വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസിൽ ഭരണത്തിലിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. ഇന്നലെ JP നദ്ദ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു പോയിൻ്റുണ്ട്. കേരളത്തിൽ PSCയുടെ ചോദ്യപേപ്പർ ചോർന്നു. അതേപോലെ തന്നെ കർണാടകത്തിൽ ചോദ്യപേപ്പർ ചോർന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുകയാണ്, ചോദ്യപേപ്പർ ചോരുന്നു. ഒപ്പം തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച, അവിടെ കോൺഗ്രസുമായി ചേർന്നാണ് ജാർഖണ്ഡ് ഭരണം, അവിടെ ചോദ്യപേപ്പർ ചോരുന്നു. ജമ്മു കാശ്മീരിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്. അതേപോലെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സ്ഥലമാണ്, പഞ്ചാബിൽ ചോദ്യം ചോരുന്നു. അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോരുന്നു. ഇവിടങ്ങളിലൊന്നും പ്രതിഷേധങ്ങളില്ല, അവിടങ്ങളിലൊന്നും പ്രതികരിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരണം, അത് ഏകപക്ഷീയമാണ് ആ പ്രതികരണം എന്നുള്ളതാണ് JP നദ്ദ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായും പ്രേക്ഷകർ ചിന്തിച്ചാൽ മനസ്സിലാകും ഇത് ഏകപക്ഷീയമായ നിലപാടല്ലാതെ മറ്റെന്താണ്. കോൺഗ്രസ് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നാലും അല്ലെങ്കിൽ മറ്റെന്ത് വിവാദമുണ്ടായാലും മൗനം അവലംബിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. പ്രതിഷേധിക്കേണ്ട, തെരുവിലിറങ്ങേണ്ട, ചർച്ചകൾ നടത്തേണ്ട ഒരാവശ്യവുമില്ല. എന്നാൽ ഡൽഹിയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ വലിയ രീതിയിൽ വലുതായി കാട്ടിക്കൊണ്ട് ജനങ്ങളെ ഇതിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരെ തിരിച്ചുവിടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നു. എന്നാൽ ആ ശ്രമങ്ങൾ എപ്പോഴും വൃഥാവിലാകുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇത്തരം വലിയ തിരിച്ചടികൾക്ക് കാരണമാകുന്നത്. ഏതായാലും പാർലമെൻറ്റ് ഇന്നും സ്തംഭിപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം ഇന്നലെ രാത്രിയിലും സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്.
സമാധാനപരമായി സഭാ സമ്മേളനം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് വിഷയങ്ങൾക്കും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ സർക്കാർ വ്യക്തമാക്കിയത്. ഇന്നിപ്പോൾ സഭ ഇന്നിപ്പോൾ 11 മണിയാകുമ്പോൾ രാജ്യസഭയും ലോക്സഭയും സമ്മേളിക്കും. അവിടെയും സ്വാഭാവികമായും ഈ നിലപാട് സർക്കാർ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജനനായകൻ സിനിമ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ റിലീസ് ചെയ്തിരിക്കുന്നു. വലിയ ജനത്തിരക്ക്, പ്രേക്ഷകരുടെ വലിയ തിരക്കാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്നത്. വളരെ ആവേശപൂർവ്വമാണ് പ്രേക്ഷകർ അതിനെ വരവേൽക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജനനായകൻ തിയേറ്ററുകളിലെത്തുന്നത്. സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളായിരുന്നു ഇത്രയും നാളും ജനനായകൻ റിലീസ് ചെയ്യുവാൻ വേണ്ടി ഉള്ള ഒരു കാലതാമസമെടുത്തതിന് പിന്നിൽ. ഏതായാലും ജനനായകൻ റിലീസ് ചെയ്തിരിക്കുന്നു. വേൾഡ് വൈഡ് റിലീസ്. അത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തിയേറ്ററുകളിൽ ഇതിനോടകം തന്നെ പടം ഓടി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് സിക്കിമിൽ നിന്ന്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിക്കിമിൽ ഈ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ടണൽ നിർമ്മാണ സ്ഥലത്ത് അപകടമുണ്ടായി. ആ അപകടത്തിൽ ഇതിനോടകം തന്നെ 22 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം 13 പേരുടെ ബോഡി കൂടി റിക്കവർ ചെയ്തു. അങ്ങനെ ഇപ്പോൾ മൊത്തത്തിലുള്ള മരണസംഖ്യ 22ആയി. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ളതാണ് സിക്കിം ഭരണകൂടം വ്യക്തമാക്കുന്നത്. വളരെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. NDRF ടീമുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് ടണലിനുള്ളിൽ 1.5 കിലോമീറ്ററിനുള്ളിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. 1.5 കിലോമീറ്ററിനുള്ളിലാണ് മണ്ണിടിച്ചിലും മറ്റും ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ ചില വിഷവാതകങ്ങൾ എപ്പോഴും ഇത്തരം ടണലുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല വിഷവാതകങ്ങളുടെ സാന്നിധ്യം ഈ ടണലിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. NDRFനെയും അതേപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണത്. ഏതായാലും ആ വെല്ലുവിളികളൊക്കെ തന്നെ നേരിട്ടുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് NDRF അടക്കം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നത്തെ നേഷൻ ഫസ്റ്റിൽ ഏതാണ്ട് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഈ CJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സമഗ്രമായി വ്യക്തമാക്കിയിട്ടുണ്ട്. നേഷൻ ഫസ്റ്റിൻ്റെ പുതിയൊരു അധ്യായമായി നാളെ കാണാം. അതുവരെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.